അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഷാനവാസ് അനുമോളുടെ അടുത്ത് വന്നൊരു കാര്യം പറഞ്ഞു. അനുമോളെ, കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. നമുക്കിവിടെ പല പ്രശ്നങ്ങളുണ്ട്, നമുക്കതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം. നീ എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? നിനക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അതിനെപ്പറ്റിയൊക്കെ ഞാൻ സംസാരിക്കാം, നമുക്കതെല്ലാം സോൾവ് ചെയ്യാം കേട്ടോ എന്നൊക്കെ അനുമോളുടെ അടുത്ത് പറയുകയാണ്. അനുമോളുടെ കിളി ഒന്നാമത് പോയി കിടക്കുകയാണ്. ആ സമയത്താണ് ഷാനവാസ് ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അനുമോള് വിചാരിച്ചു, ഓഹോ, അപ്പോൾ അനീഷിൻ്റെ കാര്യം അപ്പോൾ ഷാനവാസ് അറിഞ്ഞോ എന്നിങ്ങനെയൊക്കെ അനുമോള് ചിന്തിച്ചു. പക്ഷേ അനീഷ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ കാര്യം ഷാനവാസിന് അറിയത്തില്ല. ഷാനവാസ് വന്ന് സംസാരിക്കുന്നത് ആദിലയും നൂറേനെയും പറ്റിയൊക്കെയാണ്. അവരും അനുമോളുമായിട്ട് പിണങ്ങിയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവരെ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ ഷാനവാസ് നടത്തിയിരുന്നു. അതിനെപ്പറ്റിയാണ് ഷാനവാസ് സംസാരിക്കുന്നത്. പക്ഷേ അതിലും വലിയ പ്രശ്നത്തിലാണല്ലോ അനുമോൾ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്താണ് നീ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്, നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സോൾവ് ചെയ്യണം, ഇനി 9 ദിവസം കൂടെ അല്ലേ ഉള്ളൂ എന്തെങ്കിനെയൊക്കെ പറഞ്ഞപ്പോൾ അനുമോൾ പെട്ടെന്ന് അനീഷ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ കാര്യം ഷാനവാസ് അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു പോയി. പക്ഷേ ഷാനവാസ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും രാവിലെ തന്നെ അനീഷ് പ്രപ്പോസ് ചെയ്തു. അതോടുകൂടി തന്നെ അനുമോളുടെ കിളി പോയിട്ടുണ്ട്. ബിഗ് ബോസിലെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.